ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ്റെ അടുത്ത്, ഈ ലോകം മുഴുവൻ നിന്റെ എതിരെ നിന്ന് കഴിഞ്ഞാലും നിന്റെ കൈ പിടിച്ച് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എൻ്റെ വാക്ക് എനിക്കൊരു വാക്കേ ഉള്ളൂ. ആ വാക്ക് പ്രത്യേകിച്ച് എൻ്റെ കൂടെ നിന്നിട്ടുള്ള ഒരാൾ, എൻ്റെ അപ്പനും അമ്മയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിയാണ്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, എൻ്റെ അമ്മാമ്മ അടങ്ങുന്നവർ പള്ളിയിലും അത്രയും പ്രാർത്ഥനയും ദൈവഭക്തിയുമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അവരെന്നോട് പറഞ്ഞില്ല ഗബ്രി നീ ആ തൊട്ടത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. ലവ് സ്ട്രാറ്റജി ആയിരുന്നു എൻ്റെ സ്ട്രാറ്റജി എന്ന് വിചാരിക്കുക. ലവ് സ്ട്രാറ്റജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി ചൊറിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിമുകളിൽ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ എവിക്റ്റ് ആയ എപ്പിസോഡിന്റെ വിഷ്വൽസ് കണ്ടെടുത്ത് ആ എപ്പിസോഡിന്റെ വിഷ്വൽസിന്റെ താഴെ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം മനസ്സിലാവും. ഇത്രയും നല്ലതായിരുന്നോ ഇവർ തമ്മിലുള്ള ബന്ധം, ഇത്രയും സ്പെഷ്യൽ ആയിരുന്നോ, കണ്ടിട്ട് കരച്ചിൽ വരുന്നു എന്ന് ആയിരക്കണക്കിന് കമന്റ്സ് ഉണ്ട്. ഒരു 30 സെക്കൻഡ് റീലോ 1 മിനിറ്റ് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് യൂട്യൂബ് റിവ്യൂ കണ്ടിട്ടാണ്. ആ യൂട്യൂബ് റിവ്യൂ ഒന്നും പെയ്ഡ് അല്ല, അല്ലെങ്കിൽ ആ യൂട്യൂബ് റിവ്യൂ 100% അവരുടെ ഒപ്പീനിയൻ ആണെന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു PR ടീമിന്റെ വർക്കായിരിക്കാം, മറ്റൊരു കണ്ടസ്റ്റൻസിന്റെ PR ടീം മനഃപൂർവ്വം കരിവാരി തേക്കുന്നതായിരിക്കാം. ഐ ഹാവ് സമൺ, ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ആ രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ഐ എം നോട്ട് കമ്മിറ്റഡ്. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്, വൺ സൈഡ് ആണെന്ന്, അങ്ങനെയാണോ? ഉണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. അല്ല, കേരളത്തില് ഞാൻ പറയാം, ഓപ്പൺ ആയിട്ട് ചോദിക്കാം, കേരളത്തില് ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിൽ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുള്ള വേറെ 2 പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള 2 പേരെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ജാസ്മിൻ കുളിക്കാത്ത വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവളാണ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഒന്നരടെ കുളിക്കാറുള്ളൂ. അത് അവളൊരു കോമഡിക്ക് പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. ആൽബിന്റെ നഖം കടിക്കുക, അല്ലെങ്കിൽ മറ്റേ ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് പോവുക, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജാസ്മിൻ ചെരുപ്പിട്, അറ്റ്ലീസ്റ്റ് അവർ പറയുന്നതെങ്കിലും കേട്ടിട്ട് ചെരുപ്പിട്, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല. ചില സമയത്ത് ആദ്യത്തെ ആഴ്ചകളൊക്കെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്റെ പോലെ തന്നെ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത്ത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. ഇപ്പൊ അവിടെ പറഞ്ഞു ഓൾറെഡി റിലേഷൻഷിപ്പിലായിരുന്നു, ആളത് വേണ്ടാന്ന് വെച്ചു, അത് ആളുടെ വ്യക്തി താല്പര്യങ്ങളാണ്, ഒരു പക്ഷെ ആൾക്ക് കിട്ടിയ സൈബർ അറ്റാക്ക് കൊണ്ടായിരിക്കാം എന്നൊക്കെ മാറ്റം വന്നെന്ന് പറഞ്ഞു. ഇതേ സ്ഥാനത്ത് ഗബ്രി ആയിരുന്നെങ്കിൽ അതൊരു വിഷയം ആവുമായിരുന്നു. എനിക്കറിയില്ല, ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. അതായത് എനിക്ക് എങ്ങനെയാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതൊരു വിഷയമില്ലെന്ന് പറഞ്ഞ ഒരാൾക്ക് വ്യക്തി, അതായത് ഇപ്പോ ഞാൻ അകത്ത് പോകുമ്പോൾ എന്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഞാൻ അകത്ത് കാണിച്ച ഒരു കാര്യത്തിനും എന്റെ ഫാമിലി എന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. എന്റെ അപ്പനും അമ്മയും ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഫാമിലിന്നാണ്. എന്റെ വീട്ടിലുള്ള എല്ലാവരും, എന്റെ അമ്മാമ്മ അടങ്ങുന്നവര് പള്ളിയിലും അത്രയും പ്രാർത്ഥനയും ദൈവഭക്തിയുമായിട്ട് നടക്കുന്ന ആളുകളാണ്. അവരെന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അവരെന്നോട് പറഞ്ഞില്ല ഗബ്രി നീ ആ തൊട്ടത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അവർക്ക് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അല്ലല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അവർക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്. ഇപ്പോ ഗബ്രി ഒരു പെൺകുട്ടിയെ തൊടുമ്പോൾ എന്താണ് ബൗണ്ടറി, ഗബ്രിയുടെ മനസ്സിലുള്ളത് എന്താണ്, അല്ലെങ്കിൽ ഗബ്രി എന്തർത്ഥത്തിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് അവർ ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അവർക്ക് ആ സദാചാര ബോധം അവിടെ ഇല്ല. ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഒരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുത്തതുകൊണ്ടോ ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവരുടെ അടുത്തും ഞാൻ അതുപോലെ തന്നെയാണ് പെരുമാറാറ്. ഹഗ് ചെയ്യാറുണ്ട്. ഐ ലവ് ഹഗ്സ്. എനിക്ക് സയന്റിഫിക്കലി പ്രൂവൻ ആണ് ഒരു മനുഷ്യന് 8 ഹഗ് മിനിമം ഒരു ദിവസം വേണം എന്നുള്ളത്, നോർമലി പോകാനായിട്ട്. ആ വീട്ടിൽ അത്രയും തല തകർന്നു നിൽക്കുന്ന സമയത്ത്, മനസ്സില്ലാതായി നിൽക്കുന്ന സമയത്ത് ഒരു കെട്ടിപ്പിടുത്തം, ഒരു ഹഗ് കിട്ടാന്ന് പറഞ്ഞാൽ അത് അത്രയും സ്പെഷ്യൽ തന്നെയാണ്. പറഞ്ഞു വന്ന പോയിന്റിലേക്ക് ഞാൻ വരാം. അതായത് ഉമ്മ കൊടുത്തതും ഹഗ് ചെയ്തതും എൻ്റെ ഫാമിലിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അവർക്ക് എന്നെ അറിയാം ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന്. ഇപ്പോൾ ഞാൻ പുറത്ത് ഭയങ്കര സദാചാരം കാണിച്ച് ഭയങ്കര, അതായത് ഒരാളെയും തൊടില്ലാതെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഫാമിലി, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ പോകുന്നതെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അവിടെ ചെന്ന് ഒരു കാര്യം ചെയ്താൽ അവർക്ക് പ്രശ്നം വരും. ഐ എം എ നോൺ ആൽക്കഹോളിക് പേഴ്സൺ. ഐ ഹവ് നെവർ ഹാഡ് ആൽക്കഹോൾ ഇൻ മൈ ലൈഫ്. ഞാൻ അതിൻ്റെ അകത്ത് പോയിട്ട് കള്ള് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർക്ക് ഉറപ്പായിട്ടും ദേഷ്യം വരും. കള്ളു കുടിക്കുന്നത് തെറ്റായതുകൊണ്ടല്ല, അവൻ കള്ളു കുടിക്കാത്ത ഒരാളായിരുന്നു. അവൻ അവിടെ പോയി കള്ളു കുടിക്കുമ്പോൾ എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നം ഉണ്ടാവും. ജാസ്മിൻ വാസ് ഓൾറെഡി എ പേഴ്സൺ ലൈക്ക് ദിസ്. ഐ വാസ് ഓൾറെഡി എ പേഴ്സൺ ലൈക്ക് ദിസ്. ഫിസിക്കൽ ഇന്റിമസി എന്താണ് എന്നുള്ളത്, ഫിസിക്കൽ ടച്ച് ആണ് ലവ് ലാംഗ്വേജ്. ചോദ്യം നടക്കി ചുറ്റും പോയി ഉത്തരം എത്തിയിട്ടില്ല. ഞാൻ ചോദിച്ചത് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു. ഞാൻ പറയുന്നത് ജാസ്മിൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പുള്ള ആൾക്ക് ഇത്രയും സൈബർ അറ്റാക്ക് കൊണ്ടാണ് ആള് വേണ്ടാന്ന് വെച്ചതെങ്കിൽ ഒരു പക്ഷെ ആള് നേരിട്ട കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ആളുടെ പേഴ്സണൽ അങ്ങനെ തോന്നിയിട്ടായിരുന്നില്ല എന്നുള്ളത് ഗബ്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അറിയില്ല, ഞാൻ പറഞ്ഞത് ഒരു
എങ്കിൽ അതേ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യാണ് ഗബ്രീനെ എങ്കിൽ ഗബ്രി അങ്ങനെ റിലേഷൻഷിപ്പിലായിരുന്ന അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ച ഒരാളാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്തരം സീനുകൾ കാണുകയാണെങ്കിൽ ഗബ്രി വേണ്ടാന്ന് വെക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ പാർട്ട്ണർ എങ്ങനെ ഇരിക്കും, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് മുഴുവൻ റോഹൻ ശ്രദ്ധിക്കുന്നോ എനിക്കറിയില്ല. എന്റെ പാർട്ട്ണർ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ അവളുടെ ലവ് ലാംഗ്വേജ് ഒരു സുഹൃത്തിനെ പ്രണയിച്ചാൽ അത് തെറ്റാണ്. അതിലൊരു ദാറ്റ്സ് റോങ്. അതായത് എനിക്കൊരു കമ്മിറ്റ്മെന്റ് തന്ന് എന്നെ പ്രണയിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി മറ്റൊരു ഷോയിൽ അല്ലെങ്കിൽ എന്ത് സാഹചര്യത്തിലും മറ്റൊരാളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് തെറ്റാണ്. അതിൽ ഞാൻ എതിരഭിപ്രായം ഒന്നും പറയില്ല. പക്ഷെ അവിടെയും ഈ പറയുന്ന ഗ്രേ ഏരിയ തന്നെയാണ്. ബ്ലാക്കും വൈറ്റും മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. നമുക്ക് തെറ്റ് പറ്റിക്കൂടാ, തെറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തെറ്റ് പറ്റാം. ഞാൻ തെറ്റിനെ തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോ ഓൾറെഡി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാള് മറ്റൊരാളോട് പ്രണയം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ ഗബ്രിക്ക്? എനിക്ക് തെറ്റുപറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാസ്മിന് തോന്നിയിട്ടുണ്ടോ? ജാസ്മിന് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല. എനിക്ക് അറിയില്ല ജാസ്മിന്റെ കാര്യം പറയാൻ താല്പര്യമില്ല എന്നാണ് ഓൾറെഡി ജാസ്മിൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ പറ്റിയിട്ട്. ഞങ്ങൾക്ക് അകത്ത് വെച്ച് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട്. കാരണം ഓൾറെഡി അത്രയും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ ആ വീടിന്റെ അകത്തുള്ളവർ തന്നെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്റെ ക്ലാരിറ്റി എനിക്ക് അകത്തുള്ളവരോട് കൊടുക്കാൻ താല്പര്യമില്ല എന്ന് പലതവണ ഞാൻ ആ വീട്ടിൽ വെച്ച് പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ജാസ്മിൻ പുറത്തിറങ്ങിയതിന് ശേഷം വേണം ഞാൻ ഇതിന് ഉത്തരം തരാനായിട്ട്. പറയാൻ വേണ്ടിയിട്ട് ഓൾറെഡി അതുവരെ റിവീൽ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല, അത് എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്റെ ഇതിൽ ജാസ്മിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഞാനും ജാസ്മിനും രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, സൗഹൃദമാണെങ്കിലും പ്രണയമാണെങ്കിലും എന്താണെങ്കിലും അതിലൊരു ഡിസിഷൻ പറയേണ്ടത് ഗബ്രി അല്ല. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഗബ്രി മാത്രമല്ല. എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ സംസാരിക്കാലോ. അല്ല, എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്നെ കുറിച്ച് എനിക്ക് പറയാം. ജാസ്മിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല, പറയേണ്ട ആവശ്യമില്ല. ജാസ്മിനെ കുറിച്ച് ഞാൻ പറയണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പറയണം. അപ്പോൾ ഇനി നമ്മൾ ജാസ്മിൻ ഇറങ്ങിയതിന് ശേഷം ഒരു ഇന്റർവ്യൂവിൽ വരുന്ന സമയത്ത് ഇതേ ചോദ്യം ചോദിച്ചാൽ ഇതിനുള്ള മറുപടി വ്യക്തമായിട്ട് ഉത്തരവുണ്ട്, വ്യക്തമായിട്ടുള്ള ഉത്തരവുണ്ട് എല്ലാത്തിനും. അടുത്ത നമുക്കൊരു കമന്റിലോട്ട് പോകാലോ. ഓക്കെ. യെസ്. സോ ബിബി ഹൗസിന് പുറത്തിറങ്ങിയ ശേഷം ജാസ്മിൻ ആയിട്ടുള്ള പ്രണയം വെറും ഗെയിം മാത്രമാണെന്ന് ഗബ്രി പറഞ്ഞത് വളരെ മോശമായി. പറഞ്ഞിട്ടില്ല. ഇല്ല. പ്രണയം ഫസ്റ്റ് ഓഫ് ഓൾ ജാസ്മിനായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ബിബി ഹൗസിന് പുറത്തിറങ്ങിയിട്ട് പ്രണയത്തെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. പ്രണയം എന്ന് ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ്. പ്രണയമാവാം, സ്നേഹമാവാം, അത് എന്തുമാവാം. അത് ഗെയിമിന്റെ പ്ലാൻ ഭാഗമായിരുന്നു. അബ്സല്യൂട്ട്ലി നോട്ട്. എങ്ങനെയാണ് അതിന്റെ ഗെയിമിന്റെ ഭാഗമാവുന്നത്? പ്രണയിക്കാനാണെങ്കിൽ ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ലവ് സ്ട്രാറ്റജി ആയിരുന്നു എന്റെ സ്ട്രാറ്റജി എന്ന് വിചാരിക്കുക. ലവ് സ്ട്രാറ്റജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് ബാക്കിയുള്ളവരുടെ അടുത്ത് പോയി ചൊറിഞ്ഞ് അല്ലെങ്കിൽ ബാക്കിയുള്ള ഗെയിമുകളിൽ അതിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കേണ്ട ആവശ്യം എന്താ? ലവ് സ്ട്രാറ്റജി ആണെങ്കിൽ സേഫ് ആയിട്ട് സിമ്പിൾ ആയിട്ട് ലവ് സ്ട്രാറ്റജി വെച്ച് മാത്രം ആ വീട്ടിൽ പിടിച്ചേക്കാൻ പറ്റും. കാരണം നല്ലൊരു ക്യൂട്ട് പ്രണയം കാണാൻ താല്പര്യമില്ലാത്ത ലോകത്താരുമില്ല. സിനിമ കാണുന്നത് എന്തിനാ? സിനിമയിലെ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എന്താ? അങ്ങനെ പ്രണയം ഇഷ്ടപ്പെടുന്നവരുണ്ടായിട്ട് ഇതിനു മുമ്പും ഇതുപോലെ പ്രണയം കോംബോ ഉണ്ടായിട്ടുണ്ട് ബിഗ് ബോസിൽ. പിന്നെ എന്തുകൊണ്ടാണ് ഗബ്രി ജാസ്മിൻ എന്നുള്ള രീതിയിലേക്ക് ഇത്രത്തോളം ഫേക്ക് ആണെന്നും അല്ലെങ്കിൽ ഇത്രത്തോളം ഇതിനെതിരായിട്ട് ഹേറ്റ് സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രണയ കോംബോ ആണെന്നോ ഇതൊരു ലവ് സ്ട്രാറ്റജി ആണെന്നോ അല്ലെങ്കിൽ ഇതൊരു കോംബോ ആണെന്ന് പോലും ഞാനും ജാസ്മിനും ഒരു തവണ പോലും ആ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്, വി ആർ ഗുഡ് ഫ്രണ്ട്സ്, ഭയങ്കര ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള മേ ബി മോർ ദൻ ഫ്രണ്ട്സ്, അത്ര ഡീപ്പ് ലെവലിൽ കണക്ഷൻ ഉള്ള രണ്ട് വ്യക്തികളാണെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആ വീട്ടിലെ അവസ്ഥ അനുസരിച്ച് ഇറ്റ്സ് എ പ്രഷർ കുക്കർ സിറ്റുവേഷൻ. പ്രഷർ കുക്കർ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ലിറ്ററലി ആലോചിക്കുക, കുക്കർ എടുത്ത് അതിന്റെ അകത്തേക്ക് നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ഇത് അടച്ചതിന് ശേഷം ഇത് ഓൺ ചെയ്യുമ്പോൾ അതിന്റെ അകത്ത് വെള്ളം ആവിയായി അത്രയും പ്രഷർ വന്ന് അതിന്റെ അകത്തുള്ള സാധനം വെന്ത് വരാണ്. ആ സമയത്ത് അതൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക, അവർക്ക് വരുന്നത് ആലോചിക്കാലോ. മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, സ്പിരിച്വലി നമ്മുടെ താളം കംപ്ലീറ്റ്ലി തെറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ബിഗ് ബോസ് ഹൗസ്. അതിന്റെ അകത്ത് നമുക്ക് ജെന്യുവിൻലി വിശ്വസിക്കാൻ പറ്റുന്ന, നമ്മളെ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നു എന്ന് നമുക്ക് വിശ്വാസം ഉറപ്പുള്ള ഒരു വ്യക്തി ഉണ്ടാവുക, അല്ലെങ്കിൽ നമുക്കൊരു വിഷമം വരുമ്പോൾ എടാ പോട്ടടാ എന്ന് പറയാൻ ആൾക്കാരുണ്ടാവും. 100% അതിനകത്ത് പറയാൻ ഒരുപാട് പേരുണ്ടാവും. ചിലപ്പോൾ 4-5 പേരുണ്ടാവും. പക്ഷെ ആ 5 പേര് പറയുന്നതിൽ 5 പേരിൽ 4 പേരും ചിലപ്പോൾ ജെന്യുവൻ ആയിട്ടായിരിക്കില്ല പറയുന്നത്. അത് അവരുടെ ഗെയിമിന്റെ ഭാഗമായിരിക്കും. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ആ വീടിന്റെ ആദ്യത്തെ ദിവസം തൊട്ട് കമ്പനിയായി 2 പേരെന്നുള്ള രീതിയിലാണ് പറയുന്നത്. 2 പേര് എത്ര പെട്ടെന്ന് കണക്ട് ആവുന്നു എന്നുള്ളത് ആ 2 പേരുടെ കാര്യമാണ്. അപ്പൊ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഭയങ്കര സുഹൃത്തുക്കളാവാം, ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് സുഹൃത്തുക്കളാവാം. 2 എക്സ്ട്രോവേർട്ടഡ് ആളുകൾ, 2 ഓപ്പൺലി സംസാരിക്കുന്ന ആളുകൾ, 2 വളരെ ഓപ്പൺ ആയിട്ടുള്ള 2 ഓപ്പൺ ബുക്സ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ
അവർ പെട്ടെന്ന് കണക്റ്റഡ് ആവും. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കാര്യം. അത് ഈ ലോകത്ത് നടക്കാത്ത കാര്യമൊന്നുമല്ല. പിന്നെ അതൊരു ഗെയിം ആയതുകൊണ്ട് മാത്രമാണ് ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ 100% ആളുകളിൽ 80% ആളുകൾ അല്ലെങ്കിൽ ഒരു 75% ആളുകളും സ്വന്തം അഭിപ്രായം പറയുന്നവരാണ്. അല്ലെങ്കിൽ പോട്ടെ 70 വേണ്ട, ശരിക്കും ഒരു 60% ആളുകൾ എടുക്കുക, ബാക്കി 60% ആളുകൾക്കും സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവാം. അല്ലെങ്കിൽ നേരെ തിരിച്ച് 40% ആളുകൾക്കും സ്വന്തമായിട്ടൊരു അഭിപ്രായം ഉണ്ടാവും. ബാക്കി 60% മാസാണ്. അതായത് കൂട്ടമായിട്ടുള്ള അഭിപ്രായം എന്താണോ, സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാതെ കൂട്ടമായിട്ടുള്ള അഭിപ്രായം എന്താണോ അതിനോട് യോജിക്കുന്നവർ, അല്ലെങ്കിൽ ഒരു അഭിപ്രായം ഇല്ലാത്തവർ. കുറച്ച് ഒരു ചെറിയ കാറ്റഗറി ഒരു അഭിപ്രായം ഉണ്ടാവില്ല. കുറച്ച് ആൾക്കാർക്ക് ഇൻഡിവിജ്വൽ അഭിപ്രായം ഉണ്ടാവും. കുറച്ച് ആൾക്കാർക്ക് മറ്റേ മോബ് മെന്റാലിറ്റി, അതായത് ഒരു കൂട്ടമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. ഈ കൂട്ടമായിട്ടുള്ള അഭിപ്രായമാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ പറയാൻ പറ്റും? കാരണം ഞാൻ എവിക്റ്റ് ആയ എപ്പിസോഡിന്റെ വിഷ്വൽസ് കണ്ടിട്ട് ആ എപ്പിസോഡിന്റെ വിഷ്വൽസിന്റെ താഴെ കമന്റ് സെക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഉത്തരം മനസ്സിലാവും. ഇത്രയും നല്ലതായിരുന്നോ ഇവർ തമ്മിലുള്ള ബന്ധം, ഇത്രയും സ്പെഷ്യൽ ആയിരുന്നോ, കണ്ടിട്ട് കരച്ചിൽ വരുന്നു എന്ന് ആയിരക്കണക്കിന് കമന്റ്സ് ഉണ്ട്. എനിക്ക് മെസ്സേജുകളായിട്ട് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, എങ്ങനെ ഒരു സാധനത്തിനെ പോർട്രേ ചെയ്തു. ആ ഷോ ബേസിക്കലി ആരെ വേണമെങ്കിലും വില്ലനാക്കാനും ആരെ വേണമെങ്കിലും ഹീറോ ആക്കാനും അതിന് പൂർണ്ണമായിട്ടുള്ള അധികാരം അതിന്റെ ഷോ ഡയറക്ടേഴ്സിനുണ്ട്, അല്ലെങ്കിൽ ആ എഡിറ്റേഴ്സിനുണ്ട്. എങ്ങനെ, അതുപോലെ തന്നെ ആളുകളെ എങ്ങനെ കാണിക്കുന്നു, എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു എന്നുള്ളതിന് പൂർണ്ണമായിട്ടുള്ള അതിലുള്ള ഇൻഫ്ലുവൻസ് മീഡിയയ്ക്കും ഈ പറയുന്ന യൂട്യൂബേഴ്സിനും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു 60% ഇത്ര ഒരു മാസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്ന ഒരു കൂട്ടത്തിനെ അനുകരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എപ്പിസോഡിൽ 1-2 കമന്റ് കണ്ടിട്ട് ബാക്കിയുള്ളവർ കമന്റ് ചെയ്തുള്ളവരും അത് കണ്ടിട്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത്. മാസ് ഓഡിയൻസ് ഷോ കാണുന്നതിനേക്കാൾ കൂടുതൽ കാണുന്നത് റീലുകളും ഈ 30 സെക്കൻഡ് ക്ലിപ്പുകളുമാണ്. ഇത്രയും പേര്, ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ലക്ഷക്കണക്കിന് ആൾക്കാരും ഷോ കണ്ടിട്ടല്ല ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡ് റീലോ 1 മിനിറ്റ് യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് യൂട്യൂബ് റിവ്യൂ കണ്ടിട്ടാണ്. ആ യൂട്യൂബ് റിവ്യൂ ഒന്നും പെയ്ഡ് അല്ല, അല്ലെങ്കിൽ ആ യൂട്യൂബ് റിവ്യൂ 100% അവരുടെ ഒപ്പീനിയൻ ആണെന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലല്ലോ. പറ്റില്ല. എല്ലാം ഒരു മോണിറ്ററി ബെനിഫിറ്റ് ആണ്. ഇറ്റ്സ് ഓൾ ബിസിനസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു PR ടീമിന്റെ വർക്ക് ആയിരിക്കാം, മറ്റൊരു കണ്ടസ്റ്റൻസിന്റെ PR ടീം മനഃപൂർവ്വം കരിവാരി തേക്കുന്നതായിരിക്കാം. ഞാൻ പറയുന്നത്, ഞാൻ ആ വീട്ടിൽ ചെയ്തതെല്ലാം ശരിയെന്ന് ഒരിക്കലും ഞാൻ വാദിക്കുന്നില്ല. ഞാൻ ചെയ്തതിൽ ഒരുപാട് തെറ്റുകളുണ്ട്, എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്സ് ഉണ്ടാവാം. ബിക്കോസ് ഐ എം എ ഹ്യൂമൻ ബീങ്. അത് ആ വീട്ടിൽ തന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആളുകളുടെ അടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ട്, അൻസിബ ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു, അൻസിബയ്ക്ക് അത് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ എം എക്സ്ട്രീംലി സോറി അബൌട്ട് ഇറ്റ്. നോറ ഇതിങ്ങനെ എന്റെ ഭാഗത്ത് ഒരു തെറ്റ് വന്നു, ഞാൻ എന്റെ ദേശത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ അപ്പം മൊമെന്ററി ആയിട്ട് വന്നൊരു ഇമോഷന്റെ പുറത്ത് പറഞ്ഞതാണ്, ഐ എം എക്സ്ട്രീംലി സോറി അബൌട്ട് ഇറ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് ലാലേട്ടന്റെ അടുത്താണെങ്കിലും ബിഗ് ബോസിന്റെ അടുത്താണെങ്കിലും. ഇപ്പോ ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് കുറെ കൂടിയും ചർച്ചയാവാൻ കാരണം ജാസ്മിൻ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് കൂടി പറയുന്നത് കൊണ്ട് കൂടിയാണ്, അല്ലെ? ആയിരിക്കാം. എങ്കിൽ ഗബ്രി പുറത്ത് കമ്മിറ്റഡ് ആണോ? അല്ല അല്ല അല്ല. ഐ ഹാവ് സമൺ. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടപ്പെടുന്ന, ഞാൻ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന, എന്നെ ആ രീതിയിൽ കാണുന്ന ആളുകളുണ്ട്. പക്ഷെ ഐ എം നോട്ട് കമ്മിറ്റഡ്. അങ്ങനെ കാണുന്ന ആൾക്കാരുണ്ട്, വൺ സൈഡ് ആണെന്ന്, അങ്ങനെയാണോ? ഉണ്ട്. പക്ഷെ റിലേഷൻഷിപ്പ് കമ്മിറ്റ്മെന്റോ ഒന്നുമില്ല. ഈ അത്രയും ഈ ഹഗ് ഇഷ്ടപ്പെടുന്ന ഒരാൾ, അല്ലെങ്കിൽ അതിന് അത്രയും പ്യൂറായിട്ട് കാണുന്ന ഒരാൾ, എന്തുകൊണ്ട് ഇത്രയും അവിടെയുള്ള മത്സരാർത്ഥികളുമായിട്ട് ഈ സൗഹൃദം കണ്ടില്ല? അപ്പോ നിങ്ങൾ കാണാത്തത് എന്റെ കുഴപ്പമില്ല, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാവരോടത്തും ഈക്വൽ ഇന്റിമസി. റസ്മിനെ ഞാൻ ഉമ്മ വയ്ക്കാറുണ്ട്, റസ്മിനെ ഹഗ് ചെയ്യാറുണ്ട്. അർജുനെ ഞാൻ കിസ് ചെയ്തിട്ടുണ്ട്, അർജുനെ ഞാൻ ഹഗ് ചെയ്യാറുണ്ട്. സിജോന്റെ അടുത്തും എനിക്ക് സെയിം തന്നെയാണ്, ഞാൻ ഹഗ് ചെയ്യാറുണ്ട്. അപ്സരനെ ഹഗ് ചെയ്യാറുണ്ട്, ശരണി ചേച്ചിനെ ഹഗ് ചെയ്യാറുണ്ട്. ജാൻമണി എനിക്ക് എപ്പോഴും എന്നെ വന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, എനിക്ക് ഉമ്മ തരാറുണ്ട്, എന്നെ പിച്ചാറുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ ഇതൊന്നും നിങ്ങൾ കാണാത്തത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജിൻഡോ ചേട്ടന്റെ അടുത്തും ഞാൻ എനിക്ക് ആ ഒരു പേഴ്സണൽ ഒരു ആദ്യത്തെ ആഴ്ചകളിൽ പുള്ളിയുടെ ചില പെരുമാറ്റങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ പുള്ളിയുടെ അടുത്തുനിന്ന് ആദ്യത്തെ ഫസ്റ്റ് ആഴ്ചകളിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇടയ്ക്കൊക്കെ കുറച്ച് പേഴ്സണൽ സ്പേസ് ഇട്ടായിരുന്നു. പക്ഷെ ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് എന്തെങ്കിലും അവിടെയുള്ള മത്സരാർത്ഥികളോട് അല്ലെങ്കിൽ സഹതാരങ്ങളോട് വിഷമോ ദേഷ്യം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതൽ നിൽക്കില്ല എന്ന് പറഞ്ഞ ഗബ്രി തന്നെ പറയുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു, അല്ലെ? അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സംഭവം ഉള്ളിൽ കൊണ്ടു കിടക്കുന്നു എന്നുള്ളതല്ലേ? ഗ്രഡ്ജും നമ്മളുടെ അൺകംഫർട്ടബിലിറ്റിയും രണ്ടാണ്. വെറുപ്പ് വെച്ചുകൊണ്ട് ഞാൻ പെരുമാറുമ്പോഴാണ് അത് പേഴ്സണൽ ഗ്രഡ്ജ് ആവുന്നത്. അങ്ങനെ അൺകംഫർട്ടബിൾ ആവുന്നത് എങ്ങനെയാ? അത് പെരുമാറ്റം കൊണ്ട് കൂടിയല്ലേ? അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യം നമ്മളെ ഹേർട്ട് ചെയ്തു. ഇപ്പൊ ഹേർട്ടിനും പല ലെവലുകളുണ്ട്. ആ വീട്ടിൽ എന്നെ ഒരാൾ ഇടിച്ചു, എനിക്കത് ഒരു രാത്രി കൊണ്ട് മാറ്റാൻ പറ്റൂല. ഇപ്പൊ സിജോന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 1 മാസം സിജോന്റെ പോയി. ഓക്കെ, അങ്ങനെയുള്ള ആഴ്ചകളിൽ ശരിക്കും ഇത് കാണിക്കുമ്പോൾ ജിൻഡോന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഇടിക്കൂ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെ? ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായിട്ടില്ലെന്നൊന്നും അകലം പാലിക്കുന്നതും ഈ കംഫർട്ടബിൾ അല്ലാതെ ആവുന്ന രീതിയിലേക്കുള്ള പെരുമാറ്റങ്ങൾ എന്തെങ്കിലും ആ സമയത്ത് ഉണ്ടായിരുന്നോ?
പെരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. പെരുമാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് നിങ്ങൾ ഷോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്കത് കൃത്യമായിട്ട് എടുത്തെടുത്ത് പറയണമെന്നില്ല, കാരണം അത് കഴിഞ്ഞ കാര്യങ്ങളാണ്. പെരുമാറ്റങ്ങൾ ഉണ്ടായതുകൊണ്ടും അല്ലെങ്കിൽ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മളെ അത്രയും വിഷമിപ്പിച്ചുകൊണ്ടും ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ആയിരിക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ബിഹേവ് ചെയ്യുന്ന രീതി ഒരിക്കലും നമുക്ക് 100% കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്ത് ബിഹേവ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആരാണെങ്കിലും പൊട്ടും. ആദ്യത്തെ ആഴ്ചകളിൽ ഞാൻ ഇഷ്ടം പോലെ പൊട്ടിയിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് തവണ പോയിട്ടുണ്ട്. നോറയുടെ കേസിൽ പറഞ്ഞ ആ വാക്കുകൾ കയ്യിൽ നിന്ന് പോയി പറയണതാ, ഒച്ചയില്ല. രതീഷേട്ടനൊക്കെ അവിടെ ഉള്ള സമയത്ത് എന്റെ പൊന്നു അവിടെ ഒരാൾക്ക് ഒച്ചയില്ല. ചെന്നൈ പട്ടണത്തിൽ മറ്റേ ചുമയുടെ മരുന്ന് കിട്ടാനില്ല, ത്രോട്ട് മരുന്നില്ല. ലാലേട്ടൻ വന്നിട്ട് അത് പറഞ്ഞു, ഇവിടെ മെഡിക്കൽ സ്റ്റോറുകളിലില്ല. ഞാൻ എല്ലാ ദിവസവും ക്യാമറയുടെ മുമ്പിൽ പോയി പറയും, ബിഗ് ബോസ് കുറച്ച് മരുന്ന്, കുറച്ച് തൊണ്ടയുടെ മരുന്ന്, വയ്യ, തൊണ്ട പൊട്ടി മൊത്തം സീനായിട്ടിരിക്കുക. അപ്പോൾ അത്രയും പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് ആരായാലും പൊട്ടും ആദ്യത്തെ ആഴ്ചകളിൽ. പക്ഷെ എന്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം. ജിൻഡോ അല്ലെങ്കിൽ റോക്കി എന്നെ ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ആഴ്ചകളിൽ. അപ്പോൾ ഞാൻ ട്രിഗർ ആയ രീതിയിലല്ല സിബിൻ വന്ന സമയത്ത് ഞാൻ ട്രിഗർ ചെയ്തത്. സിബിന് ഉള്ളപ്പോൾ ട്രിഗർ ആയ രീതിയിലല്ല എൻ്റെ അവസാനത്തെ ആഴ്ചകളിൽ ഞാൻ ട്രിഗർ ആയിട്ടുള്ളത്. നമ്മളുടെ ആ ഒരു സെൽഫ് റെസിലിയൻസ് കൂടും നമുക്ക്. അതാണ് ഈ ഷോ. നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കി, ഓക്കെ എന്റെ ഭാഗത്ത് നിന്ന് തെറ്റ് വരുന്നുണ്ട്, എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ പ്രശ്നങ്ങളുണ്ട്. ഞാനൊരു അങ്കമാലി ഭാഷയിലാണ് ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാനതൊരു അച്ചടി ഭാഷയിലേക്ക് ആക്കി, കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഷയിലേക്ക് ആക്കി. കാരണം വേറെ ഒന്നുമില്ല, എന്നെ ഇപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതായത് എന്റെ കുറെ പേര് പറഞ്ഞു, ഇയാൾ എന്താണ് മറ്റേ ഇങ്ങനെ പിടിക്കണതിന് പകരം ഇങ്ങനെ പിടിക്കും, വളഞ്ഞു ഭയങ്കര മറ്റേ ലോകം മുഴുവൻ ചുറ്റി ചൊവ്വേ പോയിട്ട് 2 റൗണ്ട് അടിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് ഭൂമിയിൽ വെള്ളം കുടിക്കുന്ന പറയണ സാധനം പറയുന്നുണ്ട്. അതിന്റെ ബേസിക്കലി അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്കമാലി ഭാഷയിൽ സംസാരിച്ചാൽ ഞാൻ പറയുന്ന ചില വാക്കുകൾ, കൊളോക്കിയലായിട്ട് പറയുന്ന ചില വാക്കുകൾ ആ ഷോയുടെ നിലവാരത്തിനോട് ചേർന്നതായിരിക്കില്ല. ഇപ്പൊ ഞാൻ കണകുണ എന്ന് പറയണത് അവിടെ ഉള്ളൊരു കണകുണന്ന് കേട്ട് കഴിഞ്ഞപ്പോ തിരി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക് വന്നു. അങ്കമാലിയിൽ കണകുണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും അതും എന്നാണ് അതിന്റെ അർത്ഥം. വെറുതെ എന്തൊക്കെയോ പോലെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഞാൻ എന്റെ കൊളോക്കിയൽ ലാംഗ്വേജ് യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. ചെറ്റ അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഉള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നു. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം എന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞ ദിവസം ഞാൻ തന്നെ തീരുമാനിച്ചതാണ്, ഇനി ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി പോളിഷ്ഡ് ആയിട്ട്, സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, കുറച്ചുകൂടി ശ്രദ്ധിച്ച് വാക്കുകളിൽ ശ്രദ്ധ കൊടുത്ത് സംസാരിക്കുമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിച്ചു നീട്ടുന്നത്. മലയാളത്തിൽ അച്ചടി ഭാഷയിൽ ഒരിക്കലും നമുക്ക് ചെറുതാക്കി പറയാൻ പറ്റില്ല. അച്ചടി ഭാഷ പറയുമ്പോൾ, സൊഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതിന് കുറച്ച് ലെങ്ത് കൂടും. അത്ര അതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അടുത്ത ഓഡിയൻസിന്റെ കമന്റിലോട്ട് പോയാലോ? നട്ടിലില്ലാത്ത നിലപാടുകളാണ് ഗബ്രി ബീബിക്ക് അകത്തും പുറത്തും കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത്. അത് അവരുടെ നിലപാട്, എനിക്ക് അറിഞ്ഞൂടാ. അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഹൈ കമന്റ്സിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല. ഇല്ല, ക്രിറ്റിസിസത്തിനോടും ഹെൽത്തി ആണെങ്കിൽ ഓക്കെ, അവരുടെ ഒപ്പീനിയൻ ആണ്, ഐ റെസ്പെക്ട് ഇറ്റ്, താങ്ക് യു, അത്രേ ഉള്ളൂ. അടുത്ത കമന്റ്, ഫ്രണ്ട് ആയാലും ഹസ്ബൻഡ് ആയാലും ഇങ്ങനെ കൂടെ നിൽക്കണം, ഗബ്രി ഇഷ്ടം മാത്രം. ഇഷ്ടത്തോടെ എന്താ പറയാ? അത് അല്ല, അത് ഞാൻ അതാ പറഞ്ഞത്. ഇഷ്ടപ്പെടുന്നവർ, ഞാൻ പറയട്ടെ, എനിക്ക് സങ്കടത്തോടും സ്നേഹത്തോടും അല്ലെങ്കിൽ ക്രിറ്റിസിസത്തോടും അപ്രീസിയേഷനോടും ഒരേ തരത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ക്രിറ്റിസിസത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഉള്ളിലേക്ക് എടുത്താൽ നമ്മൾ ഇല്ലാതായി പോകും, തളർന്നു പോകും. ഞാൻ ഇത്രയും നാളെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് അത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളല്ല. ഇമോഷണലി കുറച്ച് ഇതായ ആളാണ്. ഇമോഷണലി വീക്ക് അല്ല, പക്ഷെ ഇമോഷണൽ വ്യക്തി തന്നെയാണ് ഞാൻ. എന്റെ ഇമോഷൻസ് ഞാൻ കാണിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഇമോഷൻസ് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് സ്ട്രെങ്ത് ആണ്. ആ സ്ട്രെങ്ത്തിന് ഒരു അളവുണ്ട്. ഇപ്പൊ കേരളത്തിൽ ഞാൻ പറയാം, ഓപ്പൺ ആയിട്ട് ചോദിക്കാം, കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു 1-2 വർഷത്തിൽ ഇത്രയും സൈബർ ബുള്ളിങ് നേരിട്ടുള്ള വേറെ 2 പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത്രയും സൈബർ ബുള്ളിങ്, അതായത് ഇത്രയും ടാർഗറ്റഡ് ആയി ഇത്രയും മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ള 2 പേരെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. എന്ത് ഗെയിം ഷോന്റെ ഭാഗത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ചതുകൊണ്ടോ ഉമ്മ കൊടുത്തതുകൊണ്ടോ? അതാണോ? അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ ചെയ്യുന്ന ചില ചേഷ്ടകളെ ഭയങ്കര മ്ലേച്ഛമായിട്ട് നിങ്ങൾ കുറച്ച് പേര് കാണിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തോന്നിയതുകൊണ്ടോ? ആ ക്രിറ്റിസിസം നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കാൻ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇല്ല, ഞാൻ പറഞ്ഞു തീർക്കണം. ക്രിറ്റിസിസം ഒരു പരിധി വരെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്രീസിയേഷനും അങ്ങനെ തന്നെയാണ്. അപ്രീസിയേഷൻ ഒരുപാട് എടുത്താൽ നമുക്ക് അഹങ്കാരം തോന്നും. അതായത് ഞാൻ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് തോന്നണ്ട. ഞാനൊരു സംഭവമല്ല. ഞാൻ വളരെ നോർമൽ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആവറേജ് ഹ്യൂമൻ ബീങ് ആണ്. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എത്രത്തോളം അപ്രീസിയേഷൻ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കുമോ അത്രയും എൻ്റെ ഉള്ളിൽ ഈഗോ വലുതാവും, അത്രയും എൻ്റെ ഉള്ളിൽ മറ്റേ സാധനം കൂടും, അഹങ്കാരം കൂടും. അപ്പോൾ എൻ്റെ ചേഷ്ടകൾ അതിനനുസരിച്ച് മാറും. പലർക്കും ഫെയിം വരുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ, ഒരു സക്സസ് വരുമ്പോൾ ആളുകൾക്ക് മാറ്റം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ അകത്തേക്ക് എടുത്തിട്ടാണ്. ഞാൻ എൻ്റെ സക്സസ്സുകളെയും എൻ്റെ ഫെയിലിയേഴ്സിനെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ പുറത്തിറങ്ങിയ സമയത്താണ് ശരിക്കും ഇവരിങ്ങനെയൊക്കെ കാണുന്നുണ്ട് അല്ലെ, എത്രത്തോളം സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, എന്റെ ഇവിടെ ഇല്ലാത്ത സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് തിരിച്ചറിയുന്ന ശരിക്കും പുറത്തിറങ്ങിയിട്ടാ, അതിൻ്റെ ഉള്ളിലേക്കും ഒന്നും അറിയുന്നില്ല. ഇങ്ങനൊരു ഫേസ് ശരിക്കും അറിയുമ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിയുന്ന സമയത്ത്, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇനി തിരിച്ചതിലോട്ട് പോകുമ്പോൾ
ശരിക്കും എടുത്തിരുന്ന സ്ട്രാറ്റജിയോ എടുത്തിരുന്ന രീതികളോ മാറ്റം ചെയ്യുമായിരുന്നോ? ഇനി ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്ട്രാറ്റജികൾ നിങ്ങൾ കാണും. ഇനി ഞാൻ പോവുകയാണെങ്കിൽ ഇത്രയും നാളെ ഞാൻ സ്ട്രാറ്റജൈസ് ചെയ്ത് കളിച്ചിട്ടില്ല. ജാസ്മിനായിട്ടുള്ള സൗഹൃദം മാറ്റം വന്നിരുന്നു. അതൊരു സ്ട്രാറ്റജി അല്ല, അതെനിക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ജാസ്മിനോട് എനിക്കുള്ളത് അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ജാസ്മിന്റെ അടുത്ത്, ഈ ലോകം മുഴുവൻ നിന്റെ എതിരെ നിന്ന് കഴിഞ്ഞാലും നിന്റെ കൈ പിടിച്ച് ഞാൻ നിന്റെ ഒപ്പം നിൽക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്റെ വാക്ക് എനിക്ക് ഒരു വാക്കേ ഉള്ളൂ. ആ വാക്ക് പ്രത്യേകിച്ച് എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരാൾ, അങ്ങനെ ഒപ്പം പിടിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അവിടെ നിന്ന് ഇറങ്ങുമ്പോ ആ വ്യക്തിയുടെ പേര് മാത്രം പറയാൻ? ആ വ്യക്തിയുടെ അടുത്ത് ഞാൻ കെട്ടിപ്പിടിച്ച് ആ വ്യക്തിയുടെ അടുത്ത് വ്യക്തമായിട്ട് പറഞ്ഞ് ഓൾറെഡി ഒരു ആഴ്ചയായിട്ട് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. പിന്നെ ആ സമയത്ത് ഞാൻ എന്തുകൊണ്ടാണ് എന്നെ അവർ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തേക്ക് തിരിച്ചു കയറ്റി വിടായിരുന്നത്? അവര് തന്നെ എന്റെ അടുത്ത് പറഞ്ഞൊരു ഉത്തരവുണ്ട്, ഞാൻ അത് പറയാം. പക്ഷെ റോഹൻ എന്താണ് തോന്നുന്നത്? എനിക്കറിയില്ല. അറിയില്ല. പക്ഷെ എന്നാലും ഒരു വൈൽഡ് ഗസ്, ഒരു അഭിപ്രായം പറയാലോ. എനിക്ക് തോന്നില്ല. എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരത്തിൽ എത്തുന്നില്ല. അല്ല, ഉത്തരത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ അപ്പൊ എന്റെ രീതിയിലല്ലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടായിരിക്കാം, അതായത് എല്ലാ കണ്ടസ്റ്റൻസിനെയും മെയിൻ ഡോറിൽ കൂടെ ഇറങ്ങിയ സമയത്ത് ഗബ്രീനെ മാത്രം എന്തുകൊണ്ടായിരിക്കാം കണ്ണു കെട്ടി മറ്റേ വഴി കൂടെ ഇറക്കിയത്? വരുന്നേയില്ല, ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനിത് അവരോട് ചോദിച്ചു. എനിക്ക് പേഴ്സണലി ഭയങ്കര വിഷമം വന്നു. കാരണം എനിക്ക് അതിലുള്ള എല്ലാവരും കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു, എല്ലാവരോടും ഭയം പറയണമെന്നുണ്ടായിരുന്നു, എല്ലാവരുടെ അടുത്തും ചെന്ന് ഐ എം സോറി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഓൾറെഡി ഞാൻ ചെയ്തിരുന്നു. എന്നാലും ലാസ്റ്റ് മൊമെന്റിൽ ആ വീടിന്റെ അകത്തൊന്ന് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ പുറത്തേക്ക് ഇറക്കാൻ കാരണം ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ച് എന്നെ കയറ്റിയാൽ അത്രയും ഡ്രാമ അവിടെ നടക്കും. ജാസ്മിൻ ബ്രേക്ക് ഡൗൺ ആവും, പലരും സങ്കടപ്പെടും. അവിടെ ഡ്രാമ ഒരിക്കലും ബാഡ് ആയിട്ടുള്ള വേർഡ് അല്ല. ഇപ്പൊ പലപ്പോഴും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ജാസ്മിൻ കരഞ്ഞത് പുറത്തു വന്നിട്ടുള്ള ഒരു കാര്യം ഭയങ്കര ഡ്രാമയായിരുന്നു. ഒരു പക്ഷെ ആദ്യം എന്റെ പേരല്ലോ എന്നുള്ള ഒരു ആശ്വാസം ഉണ്ടായതിനു ശേഷമായിരുന്നു ഈ കരച്ചിൽ എന്നായിരുന്നു പല കമന്റ്സ് വന്നിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ആ കരച്ചിൽ ശരിക്കും ഡ്രാമ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഡ്രാമ എന്നുള്ള വാക്ക് ഒരിക്കലും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കല്ല. മെലോ ഡ്രാമയാണ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഡ്രാമ. ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനത്തിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. രണ്ടുപേർ തമ്മിലുള്ള ഇമോഷൻസിന്റെ എക്സ്ട്രീമിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു ഇതിന്റെ എക്സ്ട്രീമിനെയാണ് ഡ്രാമ എന്ന് പറയുന്നത്. ഡ്രാമ ഒരിക്കലും തിരിച്ചു വിടാഞ്ഞത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അതെ, ആണ്. അതും ഈ പേര് പറയാത്ത നമ്മൾ എന്താ ബന്ധം? അതാ ഞാൻ പറഞ്ഞത്. ഞാൻ എന്നെ അതിന്റെ അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ അത്രയും ജാസ്മിൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവും. വീണ്ടും ഓൾറെഡി കരഞ്ഞ അത്രയും വിഷമിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത്. ഞാൻ അവിടെ പേര് വിളിച്ചാൽ ചിലപ്പോൾ ജാസ്മിൻ വീണ്ടും വിളിക്കാതിരുന്നതിന്റെ മെയിൻ കാരണം, എനിക്ക് പല തവണ ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അന്ന് ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂവിൽ എന്നോട് എന്താണ് ജാസ്മിന്റെ പേര് വിളിക്കാതിരുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ പോലും വരുന്നത്, അയ്യോ ഞാൻ ജാസ്മിന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന്. ഞാൻ സ്റ്റേജിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഷോക്കിലാണ് അല്ലെങ്കിൽ വിഷമത്തിലാണ്. എന്ത് കാരണം, എന്നെ വീടിന്റെ അകത്തേക്ക് കയറ്റി വിടാത്തതിന്റെ വിഷമം. ജാസ്മിനോടും ഞാൻ ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് അകത്തേക്ക് കയറി പോകുന്ന ജാസ്മിനോട് ഞാൻ പറയുന്നത്, നിൽക്ക് ഞാൻ വരാം, ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് വേണം പോകാൻ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ പിന്നെ ഞാൻ പുറത്തേക്ക് എന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ ഓൾറെഡി ഒരു മെന്റൽ ഷോക്കിലാണ്. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഷോ ഡയറക്ടറുടെ ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ ഉള്ളവരോട് ഞാൻ ചോദിക്കേണ്ടത് എന്താ എന്നെ വീട്ടിലേക്ക് കയറ്റി വിടാൻ, എനിക്ക് അവരോട് കാണണം, സംസാരിക്കണം. അത് കഴിഞ്ഞ് ലാലിന്റെ അടുത്തേക്ക് കയറ്റി വിട്ടു. അവരൊന്നും പറയുന്നില്ല, ലാലിന്റെ അടുത്തേക്ക് കയറ്റി വിട്ടു. സ്ക്രീനിൽ AV പ്ലേ ചെയ്തു. അതായത് ഞാനും ജാസ്മിനും അല്ലെങ്കിൽ എന്റെ ടോട്ടൽ ജേർണിയുടെ ഒരു AV പ്ലേ ചെയ്തു, നല്ല ലോങ് ആയിട്ടുള്ള AV. അത് കണ്ട സമയത്ത് അതിൽ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത് എന്റെ സുഹൃത്തിനെ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികളെയും സുഹൃത്തിനെയാണ്, ജാസ്മിനൊക്കെയാണ് കാണുന്നത്. ഓൾറെഡി ഞാൻ ഇങ്ങനെ കഴിഞ്ഞു എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് നേരിട്ട് കയറാണ്. ആ സമയത്ത് ജാസ്മിൻ അവിടെ നിൽക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ പേര് പറഞ്ഞത് സ്ക്രീനിൽ ഞാൻ സിജോന്റെ പേര് മാത്രമേ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ. ബേസിക്കലി സിജോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ നടന്നടാ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സിജോന്റെ പേര് പറയുമ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ളവർക്ക് വിഷമമായാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി. സ്ക്രീനിൽ ഓരോരുത്തരുടെ മുഖം കാണിക്കുമ്പോൾ അവരുടെ പേരാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ജാസ്മിന്റെ മുഖം ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം പറഞ്ഞു എന്ന്. അവിടെ ജാസ്മിന്റെ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ജാസ്മിൻ മറ്റേ എന്റെ പേര് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ കേൾക്കുന്നത് പുറത്തിറങ്ങിയ വിഷയമല്ല. ജാസ്മിൻ അങ്ങനെ പറഞ്ഞില്ല, പ്രതീക്ഷിച്ചിരുന്നു ഇല്ലേ? ഇത്രയും അവിടെ പറയുന്നു സിജോന്റെ പേര് പറയുമ്പോ ബാക്കിയുള്ളവർ കൂടി വിഷമം ഉണ്ടാവോ എന്ന് വരെ ഓർത്ത ഗബ്രി ശരിക്കും ഇതിന് ഇത്രയും വലിയൊരു കാര്യമായിട്ട് ഇതിനെ കാണേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ഓൾറെഡി എന്റെ ബായ് പറഞ്ഞ് ഹഗ് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് ചെറിയ എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റാണെന്ന് വേണമെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. എന്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയൊരു തെറ്റാണ്. പക്ഷെ ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ ഒരു നല്ല കാര്യമാണ്. അവിടെ വെച്ചിപ്പോ ഞാൻ പറയണം, ജാസ്മിൻ നന്നായിട്ട് കളിച്ചോളൂ, ഞാൻ പോയിട്ട് വരാം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വീണ്ടും അവൾ ബ്രേക്ക് ഡൗൺ ആവും 100%. അവൾ അപ്പൊ വീണ്ടും അവളുടെ ഉള്ളിലുള്ള ഇമോഷൻസ് അത്രയും നേരം അവൾ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അവൾ ബ്രേക്ക് ഡൗൺ ആവും. അപ്പൊ അതും കൂടി ദൈവനിശ്ചയമായിരിക്കും. ഗബ്രിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ പുറത്താവല്
ജാസ്മിനെ കുറേ തളർത്തും, ശരിക്കും ഗെയിം ചെയ്യാൻ പറ്റാതെ വരും എന്നൊക്കെ ചിന്തിച്ചിരുന്നു? ഗെയിം ചെയ്യാൻ പറ്റാതെ വരുന്ന എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഗെയിം ചെയ്യും എന്നുള്ളത് ഞങ്ങൾ ആദ്യ ദിവസം പരിചയപ്പെട്ട ദിവസം തന്നെ ഞങ്ങൾ തീരുമാനിച്ചാണ്. എത്ര ക്ലോസ് ആയി കഴിഞ്ഞാലും എതിരെ നിൽക്കേണ്ട സമയത്ത് എതിരെ തന്നെ നിൽക്കും. അത് എതിരെ നിന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ഒരുമിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് ഒരുമിച്ച് നിന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. പുറത്തിറങ്ങി ഒരാൾ പോയി കഴിഞ്ഞാൽ ചത്തൊന്നുമല്ല പോകുന്നത്, വീട്ടിലേക്കാണ് പോകുന്നത്. ഈ പലപ്പോഴും ഈ കോംബോ ആയിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ബെനിഫിറ്റ്, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പലപ്പോഴും പറയാറുള്ളത്, ഇതിൽ ആരെങ്കിലും നോമിനേഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഒരാളുടെ ഫാൻസ് കൂടെ സപ്പോർട്ട് ചെയ്യുന്നവർ കൂടെ ഇയാൾക്ക് വോട്ട് ചെയ്യുന്നു പലപ്പോഴും പറയാറുണ്ട് അല്ലെ? മുമ്പും ഇത്തരം കോംബോയിലുള്ളവര് നോമിനേഷനിൽ വന്നിട്ടുണ്ട്, സേഫ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഗബ്രി ജാസ്മിന്റെ കാര്യത്തിൽ ഇത്രയും നിങ്ങളുടെ കോംബോ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് അല്ലേ, ഫാൻസ് ഉണ്ട്, വോട്ട് ചെയ്യുന്നവരുണ്ട്. ഗബ്രി നോമിനേഷൻ വരുമ്പോൾ എവിടെയാണ് പക്ഷെ ഇത്രയും ഈ വോട്ടിംഗ് രീതി ഗബ്രിയുടെ കാര്യത്തിൽ? അതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ ഒരിക്കലും വോട്ടിങ്ങിനെ കുറിച്ച് എനിക്ക് ഇത്ര വോട്ട് കിട്ടി അല്ലെങ്കിൽ ആരെക്കാൾ കൂടുതൽ കിട്ടി എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അതാണ്, എനിക്കിത് പ്യൂർലി ഒരു ഗെയിം ഷോ ആണ്. ബാക്കി അതിന്റെ അകത്തുള്ളതാണ് ഇമോഷൻസ്. ഇന്ന പ്രൊഫഷണൽ വേ ഇറ്റ്സ് എ ഗെയിം ഷോ. അതിൽ നിന്നും പുറത്താവേണ്ട ദിവസം അവർ പറഞ്ഞാൽ പുറത്തായേ പറ്റൂ. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ, എനിക്ക് ഇപ്പൊ അവിടെ നിന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് നാളെ പോകണം എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. ഇപ്പോൾ മറ്റേ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പറയണം അയ്യോ എനിക്കിപ്പോൾ പുറത്ത് പോകാൻ പറ്റില്ല, എനിക്കിപ്പോൾ തന്നെ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കണ പരിപാടിയല്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് വോട്ടിന്റെ കാര്യത്തിൽ ഞാൻ അത്ര ബോധേഡല്ല. ആളുകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ അവരെന്നെ അവിടെ നിർത്തും, ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പുറത്തിറക്കും. ഈ ആഴ്ച മെയിനായിട്ട് സംഭവിച്ചത് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ആലോചിക്കുമ്പോൾ തോന്നുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള കുറെ കണ്ടസ്റ്റൻസ് ആയിരുന്നു നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. വീക്ക് ആയിട്ടുള്ള ആരും നോമിനേഷനിൽ ഉണ്ടായിരുന്നില്ല. അത് മനഃപൂർവ്വമാവാം, അല്ലെങ്കിൽ അതൊരു പ്ലാനിന്റെ ഭാഗമാവാം, എന്തും ആവാം. വീക്ക് ആയിട്ടുള്ളവരുണ്ടായിരുന്നില്ല. അപ്പോൾ നാച്ചുറലി വോട്ട് ചെയ്ത് ശീലമുള്ളവർക്കേ ഓഡിയൻസ് വോട്ട് ചെയ്യുള്ളൂ. എനിക്ക് വോട്ട് ചെയ്ത് ആർക്കും ശീലമില്ല. ഞാൻ ആകെ ഒരു പ്രാവശ്യം നോമിനേഷനിൽ വന്നിട്ടുള്ളൂ. ആഴ്ച മാത്രമേ ആളുകൾക്ക് എൻ്റെ മുഖം വോട്ടിങ്ങിൽ കണ്ടിട്ടുള്ളൂ. സിജോ ഉണ്ട്, അൻസിബ ഉണ്ട്, ഋഷി ഉണ്ട്. ഇവർക്കൊക്കെ നല്ല ഫാൻ ബേസ് ഉള്ള ആളുകളാണ്. ജാസ്മിൻ ഉണ്ട്, ജിൻഡോ ചേട്ടനുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഓൾറെഡി നല്ല ഫാൻ ബേസ് പുറത്ത്, അല്ലെങ്കിൽ അത്രയും ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള ഒരു വ്യക്തിയാണ്. ഞാനാണ് കൺസിഡറബിളി അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം ചെയ്തിട്ടുള്ള ഒരാൾ. അപ്പോൾ എനിക്ക് അവരെക്കാൾ കൺസിഡറബിളി ആളുകൾ എന്നെ ഇഷ്ടപ്പെടുന്നവർ കുറവായിരിക്കാം. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നു ഞാനാണ് പോകാൻ സാധ്യത കൂടുതൽ. ആ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ വിഷമിച്ചതുകൊണ്ട് അല്ലെങ്കിൽ സന്തോഷിച്ചുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ കാര്യമില്ല. അത് എങ്ങനെ വന്നാലും അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ അത് അങ്ങനെ വരും. അപ്പൊ അടുത്ത ഓഡിയൻസ് കമന്റിലോട്ട് പോവാം. ഗബ്രി പുറത്തു പോയത് ഇഷ്ടമായവർ ഇവിടെ ലൈക്ക് അടിക്കുക. നല്ല കാര്യം. അതായത് ഓഡിയൻസിന് വേണ്ടെങ്കിൽ വേണ്ട, ഓഡിയൻസിന് വേണമെങ്കിൽ വേണം, വേണ്ടവർക്ക് വേണം, വേണ്ടാത്തവർക്ക് വേണ്ട, അതല്ലേ പറയാൻ പറ്റുള്ളൂ. എല്ലാവരെയും പ്രീതിപ്പെടുത്തി. ലാലേട്ടനെ തന്നെ ഇഷ്ടപ്പെടാത്തവർ ഒരുപാട് പേരുണ്ടാവും, ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് പേരുണ്ടാവും. ഭൂമിയിൽ ഏറ്റവും നല്ല സിനിമ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സ് എടുത്തു കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. എല്ലാത്തിനെയും എല്ലാവർക്കും ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റില്ല, എല്ലാത്തിനും എല്ലാവർക്കും ഒരിക്കലും വെറുക്കാനും പറ്റില്ല. അതാണ് ഗ്രേ ഏരിയ. എങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനൊരു സൗഹൃദം, പ്രണയം എന്ന് തെറ്റിദ്ധരിച്ച സൗഹൃദം ഇല്ലായിരുന്നെങ്കിൽ ഈ തെറ്റിദ്ധാരണ ഞാൻ പറയില്ല. അതൊക്കെ പിന്നെ അതിന്റെ കാര്യങ്ങളിലേക്ക് വരാം. പറഞ്ഞു ചോദിച്ചോ. അങ്ങനെയെങ്കിൽ ഈ പുറത്തായവർ ഇഷ്ടം അല്ലെങ്കിൽ ലൈക്ക് എന്ന് പറയുന്നവർ മാറ്റി പറഞ്ഞേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പറയട്ടെ, ഒരിക്കലും നമുക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. റിഗ്രറ്റ്സ് ഇസ് നോട്ട് എ ഗുഡ് തിങ്. അതായത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു എന്ന് വേണമെങ്കിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷെ അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് എൻ്റെ ഭാവിക്ക് വേറെ ഗുണങ്ങളൊന്നുമില്ല. ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു, അതായത് എൻ്റെ ഫ്യൂച്ചറിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ വേറൊരാളെ ബാധിക്കുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അതിനെ വേണമെങ്കിൽ എനിക്ക് റിഗ്രറ്റ് ചെയ്യാം. എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു തരത്തിൽ അങ്ങനെ ചിന്തിക്കാം. അതല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാൻ ഗെയിം അങ്ങനെ കളിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വരുമായിരുന്നു എന്ന് ഞാൻ പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ ലൈക്ക് അടിക്കട്ടെ, ലൈക്ക് അടിക്കുന്നവർ അവരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, നല്ല കാര്യം. യെസ്. സോ നെക്സ്റ്റ്, ജാസ്മിന്റെ ബിഗ് ബോസിലെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലേ ഗബ്രി? ജാസ്മിനോടൊന്ന് കുളിക്കാൻ ഉപദേശിക്കായിരുന്നു എന്നാണ്. ജാസ്മിൻ കുളിക്കാത്ത വ്യക്തിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ആ വീട്ടിൽ ആരൊക്കെ കുളിക്കുന്നുണ്ടെന്ന് ആർക്കും പറയാനും പറ്റില്ല. ജാസ്മിന്റെ പേരിൽ ആ ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ 100% അതിന്റെ കുറ്റം ജാസ്മിൻ തന്നെയാണ്. കാരണം അവളാണ് പറഞ്ഞു തുടങ്ങിയത് ഞാൻ ഒന്നരടെ കുളിക്കാറുള്ളൂ. അത് അവളൊരു കോമഡിക്ക് പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. അതായത് എന്തോടാ ഞാൻ കുളിക്കില്ല എന്നുള്ള രീതിയിൽ. നമ്മളിപ്പോൾ വീട്ടിൽ നമുക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാൻ പറയും ഞാൻ വൃത്തിയായിട്ടാണ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ പറയുന്നതിനെ അവൾ ആലോചിച്ചില്ല. മറ്റൊരാൾ ഇത് കേൾക്കുമ്പോൾ അത് ഇങ്ങനെ എടുത്ത് അതിനെ ഗെയിമായിട്ട് അവൾക്കെതിരെ ഉപയോഗിക്കുമെന്നുള്ള അവർ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല. അതിന്റെ പേരിലാണ് അവൾ ഈ വൃത്തിയില്ലാത്തതിന്റെ കുറെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അവൾ തന്നെ ഇങ്ങനെ തമാശയുടെ പുറത്ത്, അല്ലെങ്കിൽ ഒരു കോമഡിയുടെ പുറത്ത് അവൾ സെൽഫായിട്ട് റോസ്റ്റ് ചെയ്യണേനെ മറ്റുള്ളവരുടെ അടുത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒന്നരാടം കുളിച്ചു എന്ന് വിചാരിച്ചിട്ട് മനുഷ്യ ശരീരത്തിൽ ഒന്നും സംഭവിക്കാൻ പോണില്ല. ഒരു ദിവസം ഇടവിട്ട് കുളിച്ചു എന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് ടോട്ടലി എയർ കണ്ടീഷണർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ വേർക്കൊന്നു പോലുമില്ല. അപ്പോൾ കുളിക്കുന്നതും ഒരാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. വൃത്തിയില്ലാതെ മേത്ത് മൊത്തം ചെളിയായി വേർത്ത് നാറി പല്ലേക്കാതെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അൺഹൈജീനിക്. ഒരാൾ ഒരു ദിവസം കുളിച്ചില്ല, പക്ഷെ അയാൾ സ്വെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ ദേഹം ഡേർട്ടി അല്ല എങ്കിൽ എല്ലാ ദിവസവും കുളിച്ചോളണം എന്നൊരു റൂളൊന്നുമില്ല.
നമ്മൾ കുളിക്കുന്നത് നമ്മൾ ഡേർട്ടി ആയി ഫീൽ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടത് വിശക്കുമ്പോഴാണ്. എല്ലാ നേരവും കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചോളണം എന്നൊരു റൂളും ഇല്ല. പക്ഷെ ഈ കാലിന്റെ നഖം കടിക്കുന്നത് വൃത്തികേടിന്റെ ഭാഗമല്ല. അതൊക്കെ തെറ്റാ. അത് അവളുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ എനിക്ക് അഭിപ്രായം പറയാനായിട്ട് തെറ്റാണെന്ന് ഞാൻ പറയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പേഴ്സണൽ കാര്യങ്ങളാണ്, അതിൽ ഞാൻ ഇടപെടേണ്ട തെറ്റാണ് പറയാൻ തോന്നിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എത്രയോ അവസരങ്ങളിൽ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്, ജാസ്മിൻ നീ ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജാസ്മിൻ ചില കാര്യങ്ങളിൽ ഇപ്പോൾ പാത്രം കഴുകുന്ന ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി എനിക്കത് കഴുകുമ്പോൾ വൃത്തിയായിട്ട് കഴുകണം എന്നൊരു സാധനമുണ്ട്. ജാസ്മിൻ അതില്ല. ജാസ്മിനെ കഴുകി വെച്ചാൽ മതി, എങ്ങനെയും ഡ്യൂട്ടി തീർത്താൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ജാസ്മിൻ്റെ അടുത്ത് പറയും, ജാസ്മിൻ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം, നമുക്കത് കുറച്ചുകൂടി നമ്മൾ ഇൻപുട്ട് ആയിട്ട് ചെയ്യണം. അപ്പോൾ ചില കാര്യങ്ങൾ അവൾ കേൾക്കും, ചില കാര്യങ്ങൾ അവർ ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ എല്ലാവരും പെർഫെക്റ്റ് അല്ല. ഓരോരുത്തരും വരുന്ന ബാക്ക്ഗ്രൗണ്ടുകളും ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളനുസരിച്ച് നമ്മൾ ചെയ്യുന്ന രീതികളെല്ലാം മാറും. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതിലുള്ള കാര്യം. അതായത് ഇപ്പോൾ ലാലേട്ടൻ പറയുന്ന രീതി, ജാസ്മിൻ ചെരുപ്പിട്ട് നടക്കും മോളെ എന്ന് പറയുമ്പോൾ അത് ഓക്കെയാണ്. എടി ചെരുപ്പിടാത്തവളെ, എടി വൃത്തിയായിട്ടവളെ, എടി കാൽമ പുഴുവളെ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അവരെ തളർത്തിയേ ചെയ്യുള്ളൂ. നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ മാറ്റാൻ പറ്റും. ഇതൊന്നും കൊലപാതക കുറ്റമൊന്നുമല്ല. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാറ്റാവുന്ന തെറ്റുകൾ മാത്രമേ ആ വീട്ടിൽ വൃത്തിയുടെ കാര്യത്തിൽ ജാസ്മിൻ ചെയ്തിട്ടുള്ളൂ. ഞാൻ പലപ്പോഴും ബിഗ് ബോസിന് അകത്ത ആളുകളെ കുറിച്ച് പറയുന്നു, പക്ഷെ നമ്മൾ ആളുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ് ഹൗസ് ആക്ച്വലി എങ്ങനെയുണ്ട് അവിടുത്തെ ഫെസിലിറ്റീസ്, വീട് എങ്ങനെയുണ്ട്? ഒരു 300 പേര്, ഇഫ് ഐ ആം നോട്ട് റോങ്, 300 പീപ്പിൾ 24/7 വർക്ക് ചെയ്തിട്ടാണ് ആ സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് സെറ്റ് തന്നെയാണ് അത്. The way they created that set is extraordinary. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോ തോന്നിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് എല്ലാവരും വീട് ഒരു സ്വപ്നമാണ്, അപ്പൊ അതുപോലെ ഒരു വീട് വെക്കണം എന്ന് ഗബ്രിക്ക് തോന്നിയിട്ടുണ്ട്? എനിക്ക് സന്തോഷം, ആവശ്യത്തിൽ അധികം സൗകര്യങ്ങളുള്ള വീട് എനിക്ക് സ്വന്തമായിട്ട് എന്റെ വീടുണ്ട്. എനിക്ക് അങ്ങനെ ഒരുപാട് ആർഭാടങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് മറ്റേ ലോവർ ഇതിലേക്ക് പോകാൻ താല്പര്യമില്ല. ബാലൻസിൽ ജീവിക്കാനാണ് താല്പര്യം. പിന്നെ അങ്ങനെ അതിമോഹങ്ങളില്ല നമുക്ക്. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പൈസ എന്നുള്ളത് എന്നെ അത്രയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ മാത്രമാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. പലപ്പോഴും പലരുടെയും വീട് എന്നുള്ള ഒരു സ്വപ്നത്തിന് തടസ്സമാറുള്ളത് ശരിക്കും ഒരു പണമാണ്, അല്ലെ, പൈസയാണ്. പക്ഷെ നമുക്ക് ഒരു പകുതി പണം കൊണ്ട് ഒരു വീട് വെക്കാം എന്നുള്ളൊരു സങ്കല്പം വന്നാലോ? അടിപൊളിയല്ലേ? പകുതി പണം കൊണ്ട് പകുതി പൈസ മതി വീട് വെക്കാൻ. സോ അങ്ങനെയാണ് ഹോംസ് ഫോർ ഒരു പകുതി പൈസ കൊണ്ട് വീട് വെക്കാം എന്നുള്ളൊരു ഓഫർ കൂടെ ഉണ്ട്. ബാക്കി പകുതി 50 തവണകളായിട്ട് അടച്ചാൽ മതി. യെസ്. സോ ബൈറ്റ് ഹോംസ് ഫോർ ആണ് ഇന്ന് ആക്ച്വലി നമ്മുടെ ഇന്നത്തെ ഷോയുടെ ടൈറ്റിൽ സ്പോൺസർ ആക്ച്വലി. ആൻഡ് അതിനൊപ്പം തന്നെ 20% സബ്സിഡി തരുന്നു. ഇങ്ങനെ വീട് പണിയുന്നു എന്നുള്ളൊരു ആശങ്ക എപ്പോഴും പണിയുമ്പോൾ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആശങ്കയുടെ ആവശ്യമില്ല. കാരണം ബൈറ്റ്സ് ഹോം ഫോറിന്റെ ആപ്പ് ഉണ്ട്. ആൻഡ് അതിൽ കൃത്യമായിട്ട് ലൈവായിട്ട് സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇഷ്ടപ്പെട്ട ഭവനം പകുതി പൈസയ്ക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ്. 50% ഓഫാണ്. അത് 50 തവണകളായിട്ട് അടച്ചാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ 20% സബ്സിഡി കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വീട് വെക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ, ഗബ്രിക്കും അത്രയും വീടുകളുണ്ടെങ്കിൽ ഒരു വീടെന്ന സ്വപ്നം വരുന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ഞാൻ ആ വിഷ്വല് കണ്ടപ്പോഴും ഞാൻ ചായയുടെ അകത്തേക്ക് തുപ്പിടുന്നൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് സ്നീസ് ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. സ്നീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വായന എന്തെങ്കിലും വന്നോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. കമ്മിറ്റഡ് ആണെന്നുള്ള വാക്ക് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. റിലേഷൻഷിപ്പിലാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല.